PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ മിന്റോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞത് എന്നെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനുവിനെ എനിക്ക് അറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്? ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു എന്താടാ എന്ത് എന്ത്? ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല. എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? അല്ല, നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? എടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? എങ്ങനെ ഗെയിം മൊമെന്റോ? ബിഗ് ബോസിൽ അനീഷ് ചെയ്ത ഒരു നല്ല 4 ഗെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു. അതിന്റെ ആവശ്യം എന്നാ അനുമോളിൽ നീ PR ചെയ്യുന്ന പോലെ എനിക്ക് PR ചെയ്യേണ്ട കാര്യമില്ല. അഖിലെ, ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? വീണ്ടും പറഞ്ഞത് ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ? മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞത് ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ. കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് PR ഉണ്ടാക്കാൻ നടക്കുന്നു. ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടായിരിക്കാന്ന് പറഞ്ഞു. കേക്ക് ആയിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ PR ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പറയുന്നത് അനുമോളുടെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? നിന്നെ പോലെ 3rd റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ? എനിക്കെന്താ പ്രശ്നം? പണം തന്നവൻ ജിൻഡോയുടെ PR ചെയ്തു പബ്ലിക്കായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്തിട്ട് ആര് പറഞ്ഞു? നിനക്ക് പണം കൊടുത്ത് ചെയ്തതാണെന്ന് പറയുന്നു. നീ അത് ചെയ്തു. പബ്ലിക്കില് അല്ല, പണം കൊടുത്തതിനൊക്കെ അതിനൊരു സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവല്ലോ. പണം തന്നതിനൊരു തെളിവുണ്ടാവല്ലോ. ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളൂ. എടാ ഞാൻ ലോജിക്കലായിട്ടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ്? അഖിലെ, നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ. നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നിന്നെ തന്തക്ക് വിളിക്കുന്നത് നിന്നെ പറയണ്ടത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എടാ പാടാന്ന് നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ നീ എന്നെ വിളിച്ചിട്ട്
എന്തോ ആദ്യം സംസാരിച്ചത്? എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും, കള്ളന്മാരെ എടാന്ന് വിളിക്കും, കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താ പീനൽ കോഡിലാണ്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എന്താടാ നീ എന്നെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യത്തിൽ ഊന്നി സംസാരിക്കണം. ആ കാര്യം തന്നെയല്ലേ സംസാരിച്ചത്? ആക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിക്കേണ്ടത്. എന്താ കേട്ടില്ല ഒന്നുകൂടി. നീ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമായിരിക്കണം ചോദിക്കേണ്ടത്. നീ വിഷയം ഞാൻ ആദ്യം കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ്. ആണോ? വിളിച്ചപ്പോഴാണ് ഞാൻ നിന്നോട് തിരിച്ചു വെച്ചത്. നീ എന്നെയാണോ വിളിച്ചത്? എടാ പോടാന്ന് എപ്പോഴാണ് വിളിച്ചത്? ആദ്യം ഞാൻ കാര്യമാണ് ചോദിച്ചത്. മാരാറെ ഞാൻ പറയുന്ന കേക്ക്, ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക്. ഓക്കെ, ഞാൻ കേട്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത് ഇന്ന ആളാണ്, അയാളെ വിളിച്ച് ചോദിക്കൂ. ആര്? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കാം. വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടോന്ന് പറയാം. അതിന്റെ തെളിവ് എവിടെ? തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊണക്കും? ഒന്നാമത്തെ കാര്യം എന്റെ ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ എന്നുള്ളതല്ല. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോ അതിന്റെ പിന്നിൽ 3 കാരണങ്ങൾ ഉണ്ടാകാം. ഇതാണ് എന്റെ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അത് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി പറ. അതാ അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ 3 കാരണങ്ങളല്ലാതെ മറ്റൊരു കാരണം നിനക്കുണ്ടെങ്കിൽ ആ കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിരിക്കും, പൈസ ആയിരിക്കാം. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ട്. ജിൻഡോയുടെ PR കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് ജയിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? അവനാണ് ഇത് അങ്ങനെ PR എന്ന് പറഞ്ഞ ആ PR നീ എന്നിട്ട് ഉരുളെന്ന് അഖിലെ, നീ എന്താ ഉരുളെന്ന്? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ. നീ എന്താ ഈ ഉരുളെന്ന്? കാര്യം ക്ലിയർ ആയിട്ട് പറ. വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? അങ്ങനെ തന്നെയല്ലടാ നിന്നോട് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നത്. അതിന്റെ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാ നീ. അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് കേൾപ്പിച്ച. അല്ലെങ്കിൽ നീ ഇപ്പൊ വിനുവിനൊന്ന് ആഡ് ചെയ്യും. വിനുവിനൊന്ന് ആഡ് ചെയ്ത് നീ വിളിയടാ. നീയല്ലേ തെളിവ് നടത്തുന്ന ആള്, നീയല്ലേ തെളിയിക്കേണ്ട ആള്. എടാ നീയല്ലേ ആരോപണം ആരാ ഇറക്കുന്നത്? ഞാനാണ് ആരോപിക്കുന്നത്. എന്താ എന്റെ കൂട്ടുകാരന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നീ വിഷയത്തിൽ നിന്ന് തെറ്റുന്നാക്കില്ലേ? നീ എന്തിനാ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം? നീ എപ്പോഴാ നീ ഇങ്ങനെ ആയത്? ഇപ്പൊ കൂട്ടുകാരെ പറയല്, വാപ്പാനെ പറയല്, ഇതൊക്കെയാണോ അഖിലെ? വിഷയത്തിലേക്ക് ആകില്ലേ? എന്താണ് അതിന്റെ വിഷയം? എന്താ വിഷയം അറിയേണ്ടത്? നീ തെളിയിക്ക്. ഞാൻ പൈസ വാങ്ങിയിട്ട് നീ തെളിയിക്കടാ. നീ നല്ല കോണാണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ വല്ലവന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് നീ അവിടെ ഇവിടെ കിടക്കുന്നതിന് വേണ്ടിട്ട് PR പണി അടിച്ചത്. എടാ നീ പൈസ വാങ്ങി വീണ്ടും പച്ച നുണ പറയുന്നു നിന്റെ നാവ് എടുത്തിട്ട്. ഇതിനൊരു തെളിവില്ലാണ്ട് നീ എങ്ങനെ പറയും? എന്ന് പറയുന്ന ജിൻഡോയ്ക്ക് PR ചെയ്തവൻ എന്നോട് പറഞ്ഞ എന്നാ ഞാൻ പറയുന്നു അനുമോളുടെ കൂടെയുള്ള ശുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാട് പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങനെ പറയാവോ? എനിക്കങ്ങനെ പറയാവോ? ഓ, അപ്പം തെളിവും അങ്ങനത്തെ തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാം അല്ലെ? അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയാം. അങ്ങനെയാണോ? അങ്ങനല്ല മോനെ പറഞ്ഞത്. നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. നീ ഇന്നലകളിൽ എന്തൊക്കെ കാണിച്ചാണ് 4 പേര് മുമ്പിൽ അറിഞ്ഞു വന്നു. അപ്പൊ നീ എന്തൊക്കെ കാണിച്ചിട്ടാ? ബിഗ് ബോസിൽ നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? നീ എന്റെ ഭാഷ എടുത്തിടുന്നേ. നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടടാ. അഖിലെ നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടെ. എല്ലാ മുത്തുമണിയെന്നോ? ഇപ്പൊ മുത്തുമണിയായോ? നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോഴേക്കും നീ എന്നെ മുത്തുമണി എന്ന് വിളിക്കാൻ തുടങ്ങിയാടാ. ഞാൻ ചേട്ടാന്ന് തന്നെയാണ് നിന്നെ വിളിച്ചു തുടങ്ങിയത്. നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങിയത്. റെസ്പെക്ട് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാനും ഒക്കെ അറിയാം. നീ തെണ്ടിത്തരം കാണിച്ചുകൊണ്ടല്ലേടാ നിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. 4 ദിവസം മുന്നേ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് എത്രയോ കാലം മുന്നേ. 4 ദിവസം മുന്നേ എന്താ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഹേ ബ്രോ എന്ന് പറഞ്ഞ മെസ്സേജ്. യെസ് ഡിയർ. ശരി. ഞാൻ അല്ല, എന്റെ മാനേജർ അയച്ചതാ നിങ്ങളെ ലൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നിങ്ങൾ അത്രയും നല്ല മനുഷ്യനാന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഹേ ബ്രോ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നൊക്കെയല്ല അത് ഞാൻ ലൈവിൽ കാണിക്കട്ടെ ഗൈസ്. ഇതാ ഹേ ബ്രോ എന്ന് October 30 അയച്ചിട്ടുണ്ട്. യെസ് ഡിയർ എന്ന് തിരിച്ചു അയച്ചിട്ടുണ്ട്. നീ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ നീ വലിയ സന്തോഷത്തോടുകൂടി നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവെച്ച് നീ വീഡിയോ വെച്ച് ചെയ്തിട്ടില്ലേ? 3 വർഷം മുന്നേ അല്ല 2 വർഷം മുന്നേ അല്ല 2 വർഷം മുന്നേ. അതും കൂടി പറ, ടൈം പീരീഡും കൂടി പറ മോനാ.
ഞാൻ പറഞ്ഞത് അത് ഇപ്പൊ ഈ പറഞ്ഞ പാസ്റ്റ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ. അല്ലേ പറഞ്ഞത് പാസ്റ്റ് എന്ന്. ബിഗ് ബോസിൽ പോയ ഞാൻ എന്നെ ജനമല്ലേ ജയിപ്പിച്ചത്. ആണ്. അതിനെന്താ, ഞാനടക്കമുള്ള ആളല്ലേ നിന്നെ ജയിപ്പിച്ചത്. അതിനിപ്പോ എന്താ, അതിന് നിന്നെ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. നീ ബിഗ് ബോസ് ജയിച്ചത് ഫെയർ ആയിട്ട് തന്നെയാ. ശരിയാണ്, നീ ബിഗ് ബോസിൽ ജയിച്ചു. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ, പണ്ട് നീ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയതിന് ഞാൻ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്റെ തലക്ക് കയറുന്നത്? നീ എന്റെ തലയിലോട്ട് എന്തിനാടാ കയറുന്നതിന്? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്ന അഖില? ഇനി നീ അടുത്ത ഒരാഴ്ച നിന്റെ വീട്ടിൽ അരി വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട് അഖില. കേക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന കേക്ക് ആദ്യം. ഈ ഉഡായിപ്പ് ക്രിപ്റ്റോ നീ ഒരു എടാ നാണം കെട്ടവനെ, എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കടാ. ഉഡായിപ്പ് ക്രിപ്റ്റോ അല്ലല്ല, ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉഡായിപ്പ് ക്രിപ്റ്റോ. ക്രിപ്റ്റോ ഞാൻ ക്രിപ്റ്റോയിൽ ആരെ സ്കാം ചെയ്തു അത് പറ. നീ ആരെ പറ്റിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് നീ പറഞ്ഞു. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു. ഞാൻ ക്രിപ്റ്റോയിൽ ആരെ പറ്റിച്ചു? എടാ നീയില്ലേ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിങ്ങനെ ചർച്ച ആയിക്കോളൂ ഒരു സൈഡിൽ നിന്ന്. നാണം കെട്ട പരിപാടിയല്ല അഖിലേ. പറഞ്ഞോ. ഞാൻ USDT ഇടലുണ്ട്, ഞാൻ മീം കോയിൻസിൽ ഇടലുണ്ട്, ഞാൻ പല കോയിനിലും. ഇതെല്ലാം എന്റെ പേഴ്സണൽ കാര്യമാണ്. ഇത് ഇവിടെ എടുത്തിടേണ്ട കാര്യം എന്താ? ഇതിലെന്താന്ന് ഞാൻ നാട്ടുകാരെ പറ്റിച്ചൊരു കാര്യം പറ. നാട്ടുകാരെ പറ്റിച്ച ഒറ്റ കാര്യം. അല്ലല്ല, വിഷയം മാറ്റല്ലേ, തളരല്ലേ മാരാറേ, വിഷയം മാറ്റല്ലേ. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കേ. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ചു എന്ന് പറഞ്ഞു. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ച ഒരു സാധനം നീ പറ. നീ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് പണമെല്ലാം ക്രിപ്റ്റോയിൽ കൊണ്ടിട്ടു. അതങ്ങ് പോയി. ഞാൻ ക്രിപ്റ്റോയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പോയിട്ടുമുണ്ട്. അതിന് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അത് എന്റെ നഷ്ടമല്ലേ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഏത് ഘടകമാണുള്ളത് അഖിൽമാരാറെ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഘടകം ഏതാണ്? ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിന്റെ ഈ തള്ളും നിന്റെ യഥാർത്ഥ അവസ്ഥ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പറയൂ മാരാറെ, പറയൂ. ആ യഥാർത്ഥ കാര്യങ്ങൾ പറയൂ. നിനക്ക് റൂട്ടറുമായിട്ടുള്ള കോൺട്രാക്ട് പറ. ആ റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് നീ അടുത്ത വിഷയത്തിലേക്ക് പോലെ ഒരു വിഷയത്തിൽ നിൽക്ക്. നീ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കലാക്കില്ലേ? ഒരു വാക്ക് പറഞ്ഞത് കംപ്ലീറ്റ്. ഓക്കെ, റൂട്ടറിന്റെ കോൺട്രാക്ട് പറയൂ. ഞാൻ പറഞ്ഞത് നിനക്ക് നീ കിട്ടുന്ന സ്ട്രീമിംഗ് ഇതും ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീയാണ് എന്റെ കണ്ടന്റ് എന്ന്. നീയല്ല, ഞാനാണ് നിന്റെ കണ്ടന്റ്. അതുകൊണ്ടാണ് എടാ ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെ എന്റെ കണ്ടന്റ് ആവുക? നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ. നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഞാനല്ലടാ നിന്റെ കണ്ടന്റ്. ഇനി എന്റെ പേര് വെച്ചിട്ടല്ല അടുത്ത ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോന്നെ. അടുത്ത ഒരാഴ്ച എന്റെ പേര് പറഞ്ഞുള്ള വീഡിയോസിലല്ലടാ നീ അരി വാങ്ങാൻ പോന്നെ. നിന്റെ വീട്ടിലേക്കുള്ള അരി വാങ്ങാൻ പോകുന്ന അടുത്ത ഒരാഴ്ച എന്റെ പേര് വെച്ചിട്ടല്ലടാ. അല്ലേ അതന്നെയല്ലേ നടക്കാൻ പോകുന്നത് അഖിലെ. നാളെ നീ ഒരു വീഡിയോ ഇടും, മറ്റന്നാളെ നീ ഒരു വീഡിയോ ഇടും, അതിന്റെ അപ്പുറത്തെ ദിവസം നീ ഒരു വീഡിയോ ഇടും. അല്ലേ മോനെ ഒരു മിനിറ്റ്. നീ എന്റെ ഒരു മാറ്ററേ അല്ല. നീ ഇവിടുത്തെ ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ സംസാരിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് വലിയ വലിയ വിഷയം? അവസാനം സംസാരിച്ച വലിയ വലിയ വിഷയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞേ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒരു യൂണിവേഴ്സിൽ കിടന്ന് എന്തോ കാണിച്ച് ജീവിക്കുന്ന നീ ഒന്നും കേരള പൊതുസമൂഹമായിട്ട്. എടാ നീയും ഞാനല്ലോ ഒരേ യൂണിവേഴ്സ് തന്നെയാടാ. നീ എന്തോ വലിയ ഏലിയനാന്ന് വിചാരിക്കുന്നുണ്ടാ നീ? നിന്റെ ധാരണ നീ ഒരു നോർമൽ കാർണവർ മൈൻഡുള്ള ഒരു നോർമൽ ഇൻഫ്ലുവൻസർ, അത്രേ ഉള്ളൂ. നീ അത്ര വലിയ ഡിഫറന്റ് ഒന്നും അല്ലാകില്ലേ. നീ ഒരു നോർമൽ, നീയും ഞാനും ഒരേ യൂണിവേഴ്സാ. പിന്നെ എന്താണ് നിന്റെ ആ ഹൈ ഡിമെൻഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മളില്ലാത്ത ആ യൂണിവേഴ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഓക്കെ, നമുക്ക് അറിവും ബോധവും ഇല്ല. ശരി അഖിൽ മാരാറിന് അറിവും ബോധവുണ്ട്. നിന്റെ ഒരു പേഴ്സണൽ വിഷയത്തിൽ നീ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നു, എടുത്തിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാന്നുള്ള എന്റെ മര്യാദ ആയതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി 11:00 നിന്റെ കണ്ടന്റിന്റെ ഭാഗമാകാൻ ഞാൻ. എന്റെ പൊന്നഖിലെ, അത്ര മര്യാദ ഉണ്ടെങ്കിൽ ആദ്യം നീ കോൾ എടുക്കുമായിരുന്നു. ആദ്യം നീ ഒന്ന് ആലോചിച്ച് ഇവന്റെ കോൾ എടുക്കണോ? ഇത് രണ്ടാമതെന്റെ ലൈവ് തുറന്ന് നോക്കിയിട്ട് ഞാൻ പേടിച്ചെന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന് കണ്ടോണ്ട് ആ ചാറ്റിലുള്ള മെസ്സേജ് കണ്ടിട്ടാണ് നീ കോൾ എടുക്കുന്നത്.